നമസ്കാരം. ലോകത്തെ ഊർജ പ്രതിസന്ധിക്ക് പരിഹാരമായേക്കാവുന്ന നേട്ടവുമായി യുഎസിലെ കുറച്ച് ഗവേഷകരുടെ കണ്ടെത്തൽ ഈ അടുത്തയിടെ മാധ്യമങ്ങളിൽ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. ഭാവിയുടെ ഊർജ ആവശ്യങ്ങൾക്ക് മറുപടിയാകുമെന്ന് കരുതപ്പെടുന്ന ആണവ സംയോജനം എന്ന സാങ്കേതിക വിദ്യയിൽ നിർണായകമായ നേട്ടമാണ് ശാസ്ത്രലോകം കൈവരിച്ചത്. എന്താണ് ഈ വിപ്ലവകരമായ കണ്ടെത്തൽ എന്ന് മനസ്സിലാക്കാൻ അതിൻ്റെ പിന്നിലെ സാഹചര്യവും ശാസ്ത്രവും നമുക്കൊന്ന് മനസ്സിലാക്കാം. ന്യൂക്ലിയർ ശാസ്ത്ര വിഭാഗത്തിലെ ചില അടിസ്ഥാന വസ്തുതകൾ വളരെ രസകരമാണ്. ഒരു പരമാണുവിൻ്റെ, അതായത് ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള ശക്തി 2 വിധത്തിലുള്ള ന്യൂക്ലിയർ പ്രവർത്തനം വഴി ഊർജമായി മാറ്റാൻ സാധിക്കും. അതിലൊന്നാണ് അണുവിഘടനം, അതായത് ന്യൂക്ലിയർ ഫിഷൻ. ഭാരമേറിയ അസ്ഥിരമായ ആറ്റം ഭാരം കുറഞ്ഞ 2 അതിൽ കൂടുതലോ ആറ്റങ്ങളായി മാറുന്നു. ഈ പരിവർത്തനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന പിണ്ഡവ്യത്യാസം, അതായത് മാസ് ഡിഫക്റ്റ്, ഊർജമായി മാറുന്നു. ഇതാണ് സാധാരണയായി ഒരു ന്യൂക്ലിയർ റിയാക്ടറിൽ സംഭവിക്കുന്നത്. ഈ ഊർജമാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി നാം ആണവ ഊർജമായി ഉപയോഗിക്കുന്നത്. ഇതിന് നാം പ്രധാനമായും ഉപയോഗിക്കുന്ന ഇന്ധനം യുറേനിയമാണ്. പക്ഷേ ഈ ഇന്ധനത്തിൻ്റെ കുറവ് മൂലം മൊത്തം ഉത്പാദിപ്പിക്കാവുന്ന ശേഷിയുടെ പകുതി മാത്രമേ നമുക്ക് വിനിയോഗിക്കാൻ കഴിയുന്നുള്ളൂ. അതുപോലെ ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ വഴി ആണവ മാലിന്യങ്ങൾ ഉണ്ടാകുന്നു. ലോകത്തിന് ഹാനികരമല്ലാത്ത രീതിയിൽ ഇതിനെ സംസ്കരിക്കുക വളരെ പ്രയാസകരമായ കാര്യവുമാണ്. ഇനി നമുക്ക് ന്യൂക്ലിയർ റിയാക്ഷനിലെ 2ാം വിഭാഗമായ ന്യൂക്ലിയർ ഫ്യൂഷൻ, അതായത് ന്യൂക്ലിയർ സംയോജനം മനസ്സിലാക്കാം. ന്യൂക്ലിയർ ഫ്യൂഷൻ ന്യൂക്ലിയർ ഫിഷന്റെ നേരെ തിരിച്ചുള്ള പ്രവർത്തനമാണ്. വലിപ്പം കുറഞ്ഞ 2 ആറ്റങ്ങൾ സംയോജിച്ച് ഒരു വലിയ ആറ്റമായി രൂപപ്പെടുകയും ഈ പരിവർത്തനത്തിൽ സംഭവിക്കുന്ന മാസ് ഡിഫക്റ്റ് ഊർജമായി മാറുകയും ചെയ്യുന്നു. ഈ റിയാക്ഷനാണ് സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും പ്രവർത്തിക്കുന്നത്. സൂര്യനിൽ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ സംയോജനം വഴിയാണ് ഊർജ ഉൽപ്പാദനം നടക്കുന്നത്. എന്നാൽ വളരെ ഉയർന്ന താപനില, പ്ലാസ്മ സമ്മർദ്ദം എന്നിവ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഫ്യൂഷൻ സാധ്യമാകൂ. ഇത് പ്രായോഗിക തലത്തിൽ കൈവരിക്കുക വളരെ പ്രയാസകരമാണ്. ഇത് സാധാരണയായി ഉപയോഗിക്കാറുള്ള ഒരു ആണവ ഊർജ മാർഗമല്ല. പക്ഷെ ഈ റിയാക്ഷനിലൂടെ ന്യൂക്ലിയർ മാലിന്യം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. അതിനാൽ ഇതിനെ ശുദ്ധ ഊർജമായി പരിഗണിക്കാം. ആണവ അപകടങ്ങളും ഫ്യൂഷൻ റിയാക്ടറുകളിൽ പ്രതീക്ഷിക്കുന്നില്ല. കുറേ ദശകങ്ങളായി ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രായോഗികമാക്കാൻ ശാസ്ത്രജ്ഞർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. നിലവിലുള്ള റിയാക്ടറുകളിൽ ഫ്യൂഷൻ വഴി ഉൽപ്പാദിപ്പിക്കാവുന്ന ഊർജം അവ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ഊർജത്തേക്കാൾ കുറവാണ്. അതിനാൽ ആദായകരമായ ഊർജം, നെറ്റ് എനർജി ഗെയിൻ ലഭിച്ചിരുന്നില്ല. യുഎസിലെ കാലിഫോർണിയയിലെ ലോറൻസ് ലിവർമോർ നാഷണൽ ലബോറട്ടറിയിൽ നടന്ന പരീക്ഷണങ്ങൾ ഡിസംബർ 5, 2022 നെറ്റ് എനർജി ഗെയിൻ കൈവരിക്കുക എന്ന വലിയ കടമ്പ ആദ്യമായി കടന്നു. ഇതൊരു വിപ്ലവകരമായ നേട്ടമാണ്. സയൻസ് ഫിക്ഷനുകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഫ്യൂഷൻ സാങ്കേതിക വിദ്യയുടെ യാഥാർത്ഥ്യം ഇന്ന് ലോകത്തിന് മുൻപിൽ അനന്ത സാധ്യതകൾ തുറന്നിരിക്കുകയാണ്. ലിവർമോറിലെ പരീക്ഷണത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ. ഫ്യൂഷൻ റിയാക്ടറുകളിൽ സാധാരണ അതിതാപനില ഉടലെടുക്കുന്നതിനാൽ അവിടെ അയോണൈസ്ഡ് ഗ്യാസ്, അതായത് പ്ലാസ്മ സൃഷ്ടിക്കപ്പെടുന്നു. ഖരവസ്തുക്കൾക്ക് ഇതിനെ വഹിക്കാനുള്ള ശേഷിയില്ല. അതിനാൽ പ്ലാസ്മയെ കാന്തിക മണ്ഡലത്തിൽ അടക്കി നിർത്തുകയാണ് സാധാരണ ചെയ്യുന്നത്. ഇത് മാഗ്നറ്റിക് കൺഫൈൻമെന്റ് എന്നറിയപ്പെടുന്നു. ലിവർമോറിലെ ശാസ്ത്രജ്ഞർ പ്ലാസ്മയെ കാന്തിക മണ്ഡലത്തിൽ തൂക്കി നിർത്തുന്നതിന് പകരം ഇനർഷ്യൽ കൺഫൈൻമെന്റ് എന്നറിയപ്പെടുന്ന മറ്റൊരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് അടക്കി നിർത്തിയത്. ഇതിനായി വളരെ ചെറിയ അളവിലുള്ള ഡ്യൂട്ടീരിയം ട്രിഷ്യം സംയുക്തങ്ങളുടെ ചെറിയ ഉരുളകൾ ഉണ്ടാക്കി, അതായത് പെല്ലറ്റുകൾ ഉണ്ടാക്കി, അവയെ ശക്തിയുള്ള ഏകദേശം 200 ലേസറുകൾ ഉപയോഗിച്ച് ചൂടാക്കി. ഇത് ഈ പെല്ലറ്റുകളുടെ പുറംപാളിയിൽ സ്ഫോടനം സൃഷ്ടിച്ച് ഊർജ പ്രസരണം ഉണ്ടാക്കി. അങ്ങനെ ഡ്യൂട്ടീരിയം ട്രിഷ്യം ആണവ സംയോജനം ആദായകരമായ രീതിയിൽ ഊർജം സൃഷ്ടിച്ചു. നിലവിൽ ലോകത്തിലുള്ള ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന ന്യൂക്ലിയർ ഫിഷൻ എന്ന വിദ്യയേക്കാൾ സുരക്ഷിതവും മികവുറ്റതുമാണ് ഫ്യൂഷൻ റിയാക്ടറുകളുടെ ഉപയോഗം. ഇത് കൂടുതൽ കാര്യക്ഷമമാകും എന്നാണ് ഈ പുതിയ കണ്ടെത്തൽ വെളിവാക്കുന്നത്. വർത്തമാനകാലത്തെ ഊർജ മേഖലകളെ തകിടം മറിക്കാൻ കഴിവുള്ള ഈ സാങ്കേതിക വിദ്യ ലബോറട്ടറി സാഹചര്യത്തിൽ നിന്നും ഉപയോഗാടിസ്ഥാനത്തിലെത്താൻ ഇനിയുമേറെ ഘട്ടങ്ങൾ കടക്കേണ്ടിയിരിക്കുന്നു. ലോകത്തിലെ പലയിടങ്ങളിലും
ഫ്യൂഷൻ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ആദായകരമായ ശുദ്ധ ഊർജം സൃഷ്ടിക്കുന്ന പരിശ്രമത്തിലാണ് അവരെല്ലാം. പുതിയ ശുഭവർത്തമാനങ്ങൾക്കായി നമുക്കിനിയും കാത്തിരിക്കാം. നന്ദി.